വരാൽ. കടലിൽ നിന്നകലെയല്ലാത്ത കായലിന് നടുക്കുള്ള ദ്വീപിലെ റിസോർട്ടിന്റെ ഒഴിഞ്ഞ കോണിലെ മേശക്കിരുപുറവുമായി ഒരു യുവതിയും യുവാവും. നിലക്കടലപ്പൊതി പോലെയുള്ള ഭൂവിസ്തൃതിയുടെ മുനമ്പിലെ അവരുടെ ഇരിപ്പിടങ്ങൾ ഒരു വശത്ത് കായലിനെയും മറുവശത്ത് ചെറിയ ചെറിയ തോടുകൾ കൊണ്ട് വേർതിരിക്കപ്പെട്ട തെങ്ങിൻ തോപ്പിനെയും അഭിമുഖീകരിക്കുന്നു. മാട്രിമോണിയൽ സൈറ്റിലൂടെ പരിചയപ്പെട്ട് ഏറെ നാളത്തെ ചാറ്റിങ്ങിനും വീഡിയോ കോളിങ്ങിനും ശേഷം ഒരു തീരുമാനത്തിലെത്താൻ ഒന്നിച്ചു ചേർന്നതാണ്. അവരുടെ ഇരിപ്പിടങ്ങൾക്ക് മുകളിലായി റിസോർട്ടിന്റെ മോന്തായത്തിൽ ഉത്തരാധുനികതയുടെ ഉച്ചിമേളിരിക്കുന്ന ഭാവത്തിൽ ഒരു പല്ലി. ഇനിയും ഉയരങ്ങളിലേക്ക് കയറാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് ആലോചിക്കുകയാണോ അത്? ആയിരിക്കാം, അല്ലായിരിക്കാം. യാതൊരു ആശയത്തിലും ചിന്താസരണിയിലും വെള്ളം ചേർക്കാൻ ഇഷ്ടപ്പെടാത്ത യുവത്വം. മദ്യനയത്തെ കബളിപ്പിച്ച് റിസോർട്ടുകാർ എത്തിച്ചുകൊടുത്ത മുന്തിയ മദ്യത്തിന്റെ രുചി വെള്ളം ചേർത്ത് നഷ്ടപ്പെടുത്താതെ സേവിച്ചതുപോലെ ഡേറ്റിംഗ് എന്ന ആശയത്തെ ആയതിന്റെ എല്ലാ തലങ്ങളിലും അർത്ഥത്തിലും ഉൾക്കൊണ്ടു. 24 മണിക്കൂർ നീണ്ട അവരുടെ പെണ്ണ് കാണൽ ആണ് കാണൽ ചടങ്ങ് അവസാനിക്കാറായിരിക്കുന്നു. ഇനി ഗുണദോഷ വിവേചനവും നിരൂപണവും നടത്തി തീരുമാനത്തിലെത്തി പിരിയണം. അവലോകനം ആദ്യം നടത്താൻ അവർ പരസ്പരം പ്രോത്സാഹിപ്പിച്ചു. ലേഡീസ് ഫസ്റ്റ് എന്ന ആശയത്തിന് തുല്യതയുടെ ഇക്കാലത്ത് പ്രസക്തിയില്ല എന്ന യുവതിയുടെ വിധി പ്രസ്താവത്തിൽ കുരുങ്ങി മറുപടി പറയാനായി യുവാവ് എഴുന്നേറ്റു. ഹായ് വാർപ്പ്. തെങ്ങിൻ തോപ്പിലെ തോട്ടിലേക്ക് നോക്കി യുവാവ് അതിശയത്തോടെയും കൗതുകത്തോടെയും പറഞ്ഞു. എന്താണ് കാര്യമെന്നറിയാൻ യുവതി എഴുന്നേറ്റ് ചെന്നു. തോട്ടിലെ ആഴമില്ലാത്ത വെള്ളത്തിന്റെ ഉപരിതലത്തിൽ ചുവന്ന നിറത്തിലെ പാട പോലെ നീങ്ങുന്ന എന്തോ ഒന്ന്. എന്താണെന്ന് മനസ്സിലാകാതെ യുവതി അയാളെ നോക്കി. ഇത് വരാൽ കുഞ്ഞുങ്ങളാണ്. ഞങ്ങളുടെ നാട്ടിൽ വാർപ്പെന്നും പറയാറുണ്ട്. ഇന്ന് ഉച്ചക്ക് നാം കഴിച്ച മീനില്ലേ, അതാണ് വരാൽ. ഒരുപക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ ആയിരിക്കും റിസോർട്ടുകാർ പിടിച്ച് നമുക്ക് കറിവെച്ച് തന്നത്. നോക്കൂ, കൂടെ രക്ഷിതാക്കളില്ലാത്തതുകൊണ്ടാണ് ഇവരിങ്ങനെ ചിതറി ഓടുന്നത്. വരാലുകളെക്കുറിച്ചും വാർപ്പുകളെക്കുറിച്ചും തനിക്കറിവുള്ളതെല്ലാം അയാൾ മാട്രിമോണിയൽ വധുവിനെ ധരിപ്പിക്കുവാൻ തുടങ്ങി. തന്റെ ബാല്യത്തിലും യൗവനാരംഭത്തിലും വരാൽ വേട്ടയിൽ താൻ വിദഗ്ധനായിരുന്നു. വീടിന് ചുറ്റുമുള്ള തോടുകളിലും കുളങ്ങളിൽ നിന്നും എത്രയെത്ര വരാലുകളെ താൻ പിടിച്ചിരിക്കുന്നു. തോട്ടിൽ നിന്നും തപ്പിപ്പിടിക്കുന്നതിലും എളുപ്പമായിരുന്നു വരാലുകളെ ചൂണ്ടയിട്ട് പിടിക്കാൻ. വെള്ളം പറ്റിയ തോടുകളിലെ ഘനമേറിയ ചെളിക്കടിയിൽ നിന്ന് പോലും വരാലുകളെ തപ്പിപ്പിടിക്കാൻ വലിയ പ്രയാസമാണ്. എത്ര ബലിഷ്ഠമായ കൈകളിൽ നിന്നും പിടുത്തത്തിൽ നിന്നും വഴുതി മാറിപ്പോകാൻ വരാലുകൾക്ക് അസാമാന്യം എടുക്കാം. എന്നാൽ മുട്ട വിരിഞ്ഞ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരുടെ എല്ലാ മിടുക്കുകളും അപ്രത്യക്ഷമായി പോകും. കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിനായി അവർ ദിവസം മുഴുവൻ മാറ്റിവെക്കുന്നു. ചെറുമീനുകളും തവളയും ആമയും നീർക്കോലികളും മറ്റും കുഞ്ഞുങ്ങളെ ആഹരിക്കാതിരിക്കാൻ അമ്മ വരാലും അച്ഛൻ വരാലും ആ ചുവന്ന ചെറിയ പൂക്കളെ പോലുള്ള വരും തലമുറകൾക്ക് ചുറ്റും ജാഗ്രതയോടെ റോന്തു ചുറ്റും. ആരെങ്കിലും ആ ആവാസ വ്യവസ്ഥയുടെ അതിർത്തി ലംഘിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ ചാട്ടത്തിലൂടെ വലിയ ജലതരംഗ ശബ്ദമുണ്ടാക്കി ശത്രുവിനെ പേടിപ്പിച്ച് ഓടിക്കും. വരാലുകളുടെ ഈ സ്വഭാവം അവർക്കുള്ള കെണിയായി അവരെ തേടി വരും. ചൂണ്ടയുടെ കൊളുത്തിൽ ചെറിയ മീനുകളെയോ തവളക്കുഞ്ഞുങ്ങളെയോ കുരുത്ത് വരാൽ വേട്ടക്കാർ വാർപ്പുകളെ കാണുന്ന ഭാഗത്തെ വെള്ളത്തിൽ പുല്ലുകളെയും ചെടികളെയും മറയാക്കി വരാലുകൾ കാണുന്ന വിധം ഇട്ട് മാറിയിരിക്കും. റോന്തു ചുറ്റുന്ന വരാലുകളെ കാണുന്ന ചൂണ്ടക്കുളത്തിലെ ഇരകൾ കൊളുത്തിൽ കുരുക്കപ്പെട്ടതിന്റെ വേദനയ്ക്കൊപ്പം ഭയത്തോടെ ചാട്ടം ആരംഭിക്കും. ആ ചാട്ടം വരാലുകളെ ദേഷ്യം പിടിപ്പിക്കുകയും വലിയ ശബ്ദം ജലോപരിതലത്തിൽ സൃഷ്ടിച്ചുകൊണ്ട് ഇരകളെ അവയുടെ വായിലാക്കുകയും ശബ്ദം കേട്ട് ഓടിവരുന്ന വേട്ടക്കാർ അവയെ ചൂണ്ടപൊക്കി കരയിലേക്ക് എടുക്കുകയും ചെയ്യും. അങ്ങനെ എത്രയെത്ര വരാലുകളെ താനും പിടിച്ചെടുത്തിരിക്കുന്നു, തിന്നിരിക്കുന്നു. മുട്ട വിരിഞ്ഞു വരുന്ന വരാൽ കുഞ്ഞുങ്ങൾ തീരെ ചെറുതും കറുത്ത നിറമുള്ളതുമായിരിക്കും. ഈ സമയം അവയെ കണ്ടെത്തുക ബുദ്ധിമുട്ടാണ്. എന്നാലും തന്നെ പോലെ വിദഗ്ധരായ വരാൽ വേട്ടക്കാർക്ക് അവരെ സൂക്ഷിച്ചു നോക്കി കണ്ടെത്താൻ കഴിയും. ആ സമയത്ത് വരാലുകൾ കൂടുതൽ ജാഗ്രത പുലർത്തുന്നതുകൊണ്ട് വേട്ടയും എളുപ്പമാണ്. ഇരയെ കൊളുത്തിയിടേണ്ട താമസമേ ഉള്ളൂ. വരാൽ കള്ളന്മാർ മുൻപിൻ നോക്കാതെ ആക്രമിക്കും. ചൂണ്ടനൂലിൽ ആകാശത്ത് വട്ടം ചുറ്റി കരയിലേക്ക് വീഴും. കുഞ്ഞുങ്ങൾ വലുതാകും തോറും അവയ്ക്ക് ചുവപ്പ് നിറമാകും. വരാലുകളുടെ ജാഗ്രതയും കുറയും. ചൂണ്ടക്കൊളുത്തിലുള്ള ഇരകളെ സംശയദൃഷ്ടിയോടെ വീക്ഷിക്കാൻ തുടങ്ങും. അവയുടെ സംശയം ദൂരീകരിച്ച് തെറ്റിദ്ധരിപ്പിക്കാൻ ചൂണ്ടക്കാരൻ പുതിയ പുതിയ ആശയങ്ങൾ അവതരിപ്പിക്കേണ്ടി വരും. താനും ഒരു ആശയ സമ്പന്നനായിരുന്നു അക്കാലത്ത്. ആ ആശയങ്ങളിലാണ്ട് ഒരുപാട് വാർപ്പുകൾ അനാഥരാക്കപ്പെടുകയും
മറ്റു ജീവികളുടെ ഇരകളാക്കപ്പെടുകയും ചെയ്തു. കെണിയിൽപ്പെടുത്തി പിടിക്കുന്ന വരാലുകളെ കറിവയ്ക്കാനും വറുക്കാനുമായി കാരംസ് കോയിനേക്കാൾ അല്പം വണ്ണത്തിൽ കറുപ്പും മഞ്ഞയും വെള്ളയും ചേർന്ന ചെതുമ്പലുകൾ കളഞ്ഞ് മുറിച്ചെടുക്കുമ്പോൾ അമ്മയും ആ കഷണങ്ങളിൽ ചിലത് കുരുമുളക് രുചിയോടെ റേഷനരി ചോറിനൊപ്പം കഴിക്കുമ്പോൾ അച്ഛനും ചോദിക്കാറുണ്ട്, ചൂണ്ടയിട്ട് പിടിക്കുമ്പോൾ വാർപ്പുകൾ തീരെ കുഞ്ഞുങ്ങളായിരുന്നു, കറുപ്പ് നിറത്തിലായിരുന്നു എന്ന്. ആ പ്രായത്തിൽ വരാലുകളെ പിടിച്ച കുഞ്ഞുങ്ങളെ അനാഥരാക്കുന്നത് വലിയ പാപമാണ്. കുഞ്ഞുങ്ങളുടെ നിറവും വളർച്ചയും അനുസരിച്ച് പാപത്തിന്റെ തോതിലും വ്യത്യാസമുണ്ട്. യുവതി തന്റെ പ്രതിശ്രുത വരൻ ഡേറ്റിംഗ് പങ്കാളി അവതരിപ്പിച്ച വരാൽ പ്രബന്ധത്തിൽ ലയിച്ച് ചിതറിയോടിയ വരാൽ കുഞ്ഞുങ്ങൾ അപ്രത്യക്ഷമായ ജലമാർഗത്തിലേക്ക് നോക്കി കുറെ നേരം നിന്നു. പിന്നെ ഒരു ദീർഘശ്വാസത്തോടെ തന്റെ ഇരിപ്പിടത്തിലേക്ക്. യുവാവ് അവൾക്ക് അഭിമുഖമായി വീണ്ടും ഇരുന്നു. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നല്ലേ. ഐസക് ന്യൂട്ടൺ എവിടെ നിന്നെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ചുറ്റുപാടും നോക്കി യുവതി അയാളോട് പറഞ്ഞു. താൻ ഒരു ഫലഭാഗ ജ്യോതിഷക്കാരനല്ലെന്ന് ആണയിടാൻ ന്യൂട്ടന്റെ ഒരു ചിത്രം പോലും ആ റിസോർട്ടിലില്ല എന്ന് ഉറപ്പുവരുത്തി അവൾ തുടർന്നു. നീ ഒരുപാട് പാപങ്ങൾ ചെയ്തിരിക്കുന്നു. ഒരുപാട് വാർപ്പുകൾ അനാഥരാക്കി വംശഹത്യ ചെയ്തിരിക്കുന്നു. നമ്മൾ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് പോയാൽ മൂന്നാം നിയമപ്രകാരം നമ്മുടെ ജീവിതത്തിലും അത് ആവർത്തിക്കപ്പെടുകയില്ല. നമ്മളും ആരുടെയെങ്കിലുമൊക്കെ ചൂണ്ടയിൽപ്പെടുകയും നമ്മൾക്ക് ജനിച്ചേക്കാവുന്ന കുഞ്ഞുങ്ങൾ അനാഥരാക്കപ്പെടുകയും ചെയ്യില്ലേ. ദിസ് ഈസ് നോട്ട് എ സൂപ്പർസ്റ്റിഷൻ ബട്ട് സയൻസ്. ന്യൂട്ടൺസ് തേർഡ് ലോ ഈസ് പ്യൂർലി സയന്റിഫിക്. അയാൾ അവളുടെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി. അവളുടെ ഒരു കണ്ണിൽ അനാഥരാക്കപ്പെടാത്ത ചുവന്ന വാർപ്പുകൾ തുള്ളിക്കളിക്കുന്നു. മറ്റേ കണ്ണിലെ ചെളിക്കറുപ്പിൽ ഒരു വലിയ വരാൽ വേട്ടക്കാരന് പിടികൊടുക്കാതെ വഴുതി ചാടുന്നു. മോന്തായത്തിലിരുന്ന പല്ലി തൂണ് വഴി താഴേക്കിറങ്ങി വന്ന് റിസോർട്ടിന് മുന്നിലെ പുൽക്കാട്ടിൽ ഒളിച്ചു. പോകുന്ന വഴി അയാളുടെ കട്ടുകളിലേക്ക് അത് നോക്കി. അവിടെയും വാർപ്പുകളും വരാലും. മടങ്ങിപ്പോകാൻ റിസോർട്ടുകാരുടെ ബോട്ടിനായി അവർ കാത്തു നിന്നില്ല. പരസ്പരം നന്ദി പറഞ്ഞവർ പിരിഞ്ഞു. 2 വരാലുകളായി അവർ കായലിലേക്ക് ചാടി നീന്തി. കായലിലുണ്ടായിരുന്ന വരാലുകൾ ന്യൂട്ടന്റെ നിയമങ്ങൾ അറിയാതെ റിസോർട്ടിന്റെ വശങ്ങളിലെ തോടുകളിലേക്ക്. പിന്നീടുള്ള ദിവസങ്ങളിൽ റിസോർട്ടിൽ വരാൽ വിഭവങ്ങൾക്ക് മികച്ച ഓഫറുകളായിരുന്നു.